ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് റിവിറ്റ് എം ബി പിയുടെ ഒരു പോർഷൻ ആണ്. അപ്പൊ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് ഒരു ഡക്റ്റിംഗ് ലേ ഔട്ട് ആണ്. അപ്പൊ ഈ ഡക്റ്റിംഗ് ലേ ഔട്ടിൽ നമുക്ക് പല ഡക്ട് ഫിറ്റിംഗ്സുകൾ കാണാം. അപ്പൊ ഈ കാണുന്നത് മെയിൻ ഡക്റ്റ് ആണ്. അപ്പൊ ഇതൊരു മെയിൻ ഡക്റ്റ് എന്ന് പറയും. അതുപോലെ ഈ പോകുന്നത് ബ്രാഞ്ച് ഡക്റ്റ് ആണ്. ബ്രാഞ്ച് ഡക്റ്റ് എന്ന് പറയും. അപ്പൊ ഈ മെയിൻ ഡക്റ്റിൽ നിന്ന് ഈ ബ്രാഞ്ച് ഡക്റ്റ് എടുക്കുന്ന ഒരു കണക്ഷൻ ഷൂ ആണ് ഈ കാണുന്നത്, കണക്ടർ. ഇപ്പൊ ഓരോ ഭാഗത്തെയും ഒരു ഡിഫ്യൂസർ വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് അത്രയും ഫ്ലോ റേറ്റ് നമുക്ക് ഡിക്രീസ് ആവും. സോ അതനുസരിച്ച് നമ്മൾ ഡക്റ്റ് റീസൈസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ആ ഒരു പ്രോപ്പർ വെലോസിറ്റിയും ഫ്ലോയും പിന്നെയുള്ള ഡക്ട് ഫിറ്റിംഗ് ഭാഗത്തേക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഈ ഡക്റ്റ് പോകുന്നുണ്ട്. ഈ ഡക്റ്റ് ഇങ്ങനെ പോകുന്നു. ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ പോകുന്നു. ഇത് ഇവിടെ വന്നിട്ട് എന്താവുന്നു, ക്ലാഷ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ക്ലാഷ് ഡിറ്റക്ഷൻ റിപ്പോർട്ടൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഈ ഡക്റ്റിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് സൈറ്റിൽ പോയി സൈറ്റ് ട്രെയിനിങ്ങും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ റിവിറ്റ് MEP പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു വർക്ക് എക്സ്പോഷർ കിട്ടുള്ളൂ. അല്ല നമ്മൾ തിയറി മാത്രം അല്ലെങ്കിൽ ലാബിലുള്ള വർക്ക് മാത്രമല്ല ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ മോഡൽസുകളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് ഉള്ള ഒരു റിവിറ്റിന്റെ ക്ലാസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആക്ച്വൽ വർക്കിന്റെ ബേസ് ചെയ്തിട്ടുള്ള നോളജ് നിങ്ങൾക്ക് റിവിറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കേരളത്തിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാലും കിട്ടത്തില്ല. നമുക്ക് MTTC മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിവിറ്റ് MEP പഠിക്കുമ്പോൾ MEP സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ചൂസ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും അതനുസരിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാനുള്ള നോളജും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.